പ്രേമരാജ പുന്നാട്. തലനരക്കുവതല്ലെൻ്റെ വാർദ്ധക്യം, തല കറുപ്പതല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിനു മുമ്പിലും തല കുനിക്കുന്നതാണ് എന്ന് ഞാൻ DYFIയുടെ ഒരു ക്യാമ്പിലാണ് ഈ കവിത ആദ്യമായിട്ട് കേൾക്കുന്നത്, പഴശ്ശി ഡാമിൽ വെച്ച്. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം, ഇതിലേക്ക് വരാൻ കാരണം, കഴിഞ്ഞ വർഷം മേഖലാ സമ്മേളനം നടക്കുന്ന സമയത്ത് മേഖലാ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റി അംഗവും DYFIയുടെ സമ്മേളനത്തിൻ്റെ പങ്കെടുക്കുമോ അവിടെ വരുമോ എന്ന് ചോദിച്ചു. അതിൻ്റെ പോസ്റ്ററും എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഷജീറ ടീച്ചറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഈ മേഖലയിലെ നേതൃത്വത്തോട് ഞാൻ ചോദിച്ചു, ഷജീറ ടീച്ചർക്ക് എത്രയാണ് വയസ്സ്? അവർക്ക് എന്നേക്കാൾ പ്രായമുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അവർ മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറൊക്കെ ആയതാണ്. അപ്പോൾ എത്ര വയസ്സെന്ന് ചോദിച്ചപ്പോൾ എന്നോട് അവർ ഇങ്ങോട്ടേക്ക് അന്ന് കുറച്ച് ദാക്ഷ്യത്തിലാണ് സംസാരിച്ചത്. അവരുടെ വയസ്സൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എന്തിനാണ് അവരെ വയസ്സറിയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ ചില നേതാക്കന്മാർക്കൊക്കെ പ്രായം അധികമല്ലേ, അവരൊക്കെ എങ്ങനെയാണ് നേതൃത്വത്തിൽ തുടരുക എന്ന്. പക്ഷേ അവരുടെ അടുത്തുനിന്ന് സൗഹാർദ്ദപരമായ മറുപടിയല്ല എനിക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ചർച്ചയായതുകൊണ്ട് അതൊന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നി. ഇന്ന് DYFI ആയാലും CPIM ആയാലും ദുഷ്പ്രഭുത്വത്തിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ കണ്ടു തുടങ്ങി. പറഞ്ഞു വന്നത്, കോട്ടയം ജില്ലാ DYFIയുടെ ജില്ലാ സമ്മേളനത്തിലും കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പുറത്തു വരുന്ന വാർത്തയും അതിൻ്റെ യാഥാർത്ഥ്യവും ശരിയും കൂടിച്ചേർന്ന് വരുമ്പോൾ അത് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ശരിയാണ് എന്ന് തോന്നിയതുകൊണ്ട് സംസാരിക്കുന്നതാണ്. പ്രായം എന്ന് പറയുന്നത് ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ്. മനുഷ്യൻ ഇത്ര പ്രായം വരെ, ഇപ്പോൾ ഇത്ര പ്രായം വരെ ജീവിച്ചു, ഇത്ര കൊല്ലമായി ജീവിച്ചിട്ട് എന്ന് കാണിക്കുന്നതാണ്. പറയാൻ കാരണം, DYFIയുടെ നേതൃനിരയിലേക്ക് വരുന്ന DYFIയുടെ പ്രായം തന്നെ 40 വയസ്സാണ് എന്നാണ് DYFIയുടെ പരിപാടിയിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞു വരുന്നത്. 40 വയസ്സ് വരെയാണ് യൗവനം. കാരണം മനുഷ്യൻ്റെ 4 അവസ്ഥകളാണ്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. പക്ഷേ യൗവനമുണ്ട്, മറ്റുള്ളതിന് ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും എല്ലാം ഉണ്ട്. അപ്പോൾ DYFIയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നതിന് 33 വയസ്സ് എന്ന ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രായപരിധി നിശ്ചയിക്കാൻ ഇടയാക്കിയ ഒരു കാരണം, ഈ സാധാരണ പ്രായപരിധികളൊക്കെ വരുന്നത് ചിലരെ ഒതുക്കാനും ചിലരെ മൂലക്കിരുത്താനും ചിലർക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ചില ആളുകളിലേക്ക് എത്തുമ്പോൾ പ്രായം ഒരു പ്രശ്നമല്ല. അപ്പോൾ പറയും, പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്, പ്രായമല്ല, അവരുടെ പെർഫോമൻസാണ്, അവരുടെ പ്രവർത്തനമാണ്, അവരുടെ പ്രതികരണമാണ് എന്നൊക്കെ പറയും. പക്ഷേ പ്രായപരിധി DYFIയിലേക്ക് വരാനുണ്ടായ സാഹചര്യം, അപ്പോൾ അന്ന് 2011 NRA കോട്ടയിൽ കാസർഗോഡുള്ള കാഞ്ഞങ്ങാട് സ്വദേശിയായ VV രമേശൻ DYFIയുടെ സംസ്ഥാന ട്രഷററായിരിക്കുന്ന സമയത്ത്, പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പറും കൂടിയായ സമയത്ത്, അദ്ദേഹം അവരുടെ മകളെ NRA കോട്ടയിൽ അവിടെ തിരികെ കയറ്റിയതിൻ്റെ ഭാഗമായിട്ട് അത് വലിയൊരു വിവാദമുണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി, വാർത്തകളുണ്ടായി. ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ DYFIയിൽ അന്ന് അദ്ദേഹത്തിന് 39 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. ഈ VV രമേശൻ അന്ന് 39 വയസ്സ് പ്രായമാണ്. അന്ന് ആ സമയത്താണ് DYFI തീരുമാനമെടുക്കുന്നത്, DYFIയുടെ നേതൃത്വത്തിലേക്ക് വരുന്ന ആളുകൾക്ക് 33 വയസ്സ് വരെ നേതൃനിരയിലേക്ക് വരാൻ പറ്റുള്ളൂ, 40 വയസ്സ് വരെ മെമ്പർഷിപ്പിൽ തുടരാം, നേതൃനിരയിലേക്ക് വരുന്ന ആളുകൾക്ക് 33 വയസ്സ് വരെ പാടുള്ളൂ. അങ്ങനെയൊരു പ്രായത്തിൻ്റെ പരിധി അവിടെ അന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു വിവാദ വിഷയത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ആ ഒരു കാര്യം കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ DYFIയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള റഹീമിന് 46-47 വയസ്സായി. അദ്ദേഹം ഇപ്പോഴും DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി തുടരുകയാണ്. അതുപോലെ തന്നെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡൻറ്റും. സംസ്ഥാന സെക്രട്ടറിക്ക് 42 വയസ്സായി, 43 വയസ്സോളം അദ്ദേഹം അഫിഡവിറ്റിൽ കൊടുത്ത പ്രകാരം അങ്ങനെയാണ്. അതുപോലെ തന്നെ വസീഫിന് 40 വയസ്സായി. എന്നിട്ടും അവർ ഈ സ്ഥാനത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള മേഖലാ സെക്രട്ടറിയും യൂണിറ്റ് സെക്രട്ടറിയും ഈ നാടിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന
നാടിൻ്റെ സ്പന്ദനം അറിയുന്ന, നാടിൻ്റെ വീടുകളിലുള്ള യുവാക്കളെ അറിയുന്ന, യുവാക്കളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന, നാടുമായിട്ട് ബന്ധമുള്ള, യുവാക്കളുമായി ബന്ധമുള്ള ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകർക്ക് പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് അവരെ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അങ്ങനെ കുറേ ആളുകൾ. പക്ഷേ ഇതുപോലെ ചില ആളുകൾ ഇപ്പോഴും സംസ്ഥാന ജില്ലാ നേതൃനിരയിലേക്ക് തുടരുകയാണ്. മാത്രമല്ല റഹീം എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ പറയുമ്പോൾ ഈ പ്രാവശ്യം അദ്ദേഹത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നൊക്കെ വേണമെങ്കിൽ വാദത്തിന് പറയുമായിരിക്കാം, ചിലവർ വരും. പക്ഷേങ്കിൽ 46 വയസ്സ് വരെയും അദ്ദേഹം ഈ പദവികളിൽ തുടർന്നു എന്നുള്ളത് തെറ്റായ കാര്യമല്ലേ? 42 വയസ്സും 40-ഉമായിട്ടുള്ള ആളുകൾ ഇപ്പോഴും സംസ്ഥാന നേതൃനിരയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു നിയമത്തിനെതിരാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ഏത് പ്രായത്തിലുള്ളവരുണ്ടായിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊടിയ ദുഷ്ടതയ്ക്ക് മുമ്പിൽ തലകുനിക്കുന്നത് മാത്രമാണ്. അല്ലാണ്ട് തല കറക്കുന്നതോ തല വെളുക്കുന്നതോ യൗവനത്തിൻ്റെയോ വാർദ്ധക്യത്തിൻ്റെയോ ഒരു പ്രതീകമേ അല്ല. നമുക്ക് ആരോഗ്യം എന്താ വേണ്ട ഊർജ്ജസ്വലതയും ഉള്ളപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു തെറ്റുമില്ല. പക്ഷേ ആ നിയമം അതുപോലെ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണ്ടേ? ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യണം, സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിലാണല്ലോ പോലീസ് നമ്മളെ ഫൈൻ ഇടുന്നതും പഴയ ഈടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ DYFIയിലും അതുപോലെ തന്നെ ഇപ്പോൾ CPIM-ൻ്റെ അകത്ത് VS അച്യുതാനന്ദനെ പോലുള്ള സമാരാധ്യരായ നേതാക്കന്മാർ വീട്ടിലിരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു നിയമമെന്നല്ലാതെ മറ്റെന്താ പറയുക, പിന്നെ 75 വയസ്സ് എന്ന നിലയിലേക്ക് പ്രായപരിധി കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലുള്ള YY മത്തായി സാറ് ഇന്നും ഊർജ്ജസ്വലമായിട്ട് CIT-ൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തിന് വയസ്സിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ രാഘവ് മാഷ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ അവരിപ്പോഴും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർ 75 വയസ്സ് എന്ന നിലയിൽ പുറത്താക്കപ്പെട്ടു. പക്ഷേ ഇന്നും അഖിലേന്ത്യാ എന്താ പറയുക ലീഡർഷിപ്പിൽ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടെ 85 കഴിഞ്ഞ ആളുകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് മേലേന്നേ ഇതാണ് അവസ്ഥ. പക്ഷേങ്കിൽ പ്രായം ഒന്നിനും ഒരു എന്താ പറയുന്നത് ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് സാധാരണ പ്രവർത്തകരായ ആളുകൾ അവരെ പിന്നെ നാടിൻ്റെ സ്പന്ദനം അറിയുന്ന ആളുകളെ മാറ്റി നിർത്തപ്പെടുകയും ചില ആളുകൾക്ക് വേണ്ടി അത് വഴിമാറുകയും ചെയ്യുന്നത് സത്യത്തിൽ യുവജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളോട് പ്രവർത്തകരോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിങ്ങനെ കണ്ടതുകൊണ്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ചു, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഈ വയസ്സിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ വയസ്സ് എന്നുള്ള ആ ഒരു പരിധി ഒഴിവാക്കിയിട്ട് ഈ മനുഷ്യന് പറ്റുന്ന കാലങ്ങളിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന, സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുന്ന, ജനങ്ങളിൽ ഇറങ്ങി ജനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള കാലയളവ് വരെ പ്രവർത്തിക്കാനുള്ള അവസരം ഓരോരുത്തർക്കും കൊടുക്കണം. അതിന് 75 എന്നോ 40 എന്നോ പ്രായപരിധി ഈ നിബന്ധന ഈ സംഘടനാ തലത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം.